ഇന്ന് ഞാൻ വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറച്ച് ചേരുവ വെച്ചുണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പുഡിങ്ങാണ്. അതിനായിട്ട് നമ്മൾ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുത്തും പോകരുത്, അധികം പഴുക്കാത്തതും ആകരുത്. മീഡിയം ലെവലിലുള്ള നേന്ത്രപ്പഴം ആയിരിക്കണം. അതിനെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. എന്നിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 5-6 കാഷ്യൂസ് പൊട്ടിച്ചതും ഒരു 5-6 കിസ്മിസും കൂടി ഇട്ട് വറുത്ത് കോരി എടുക്കണം. അതിലേക്ക് നമ്മൾ ഈ നേരത്തെ കാണിച്ച നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റണം. ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റണം. ഒന്ന് വഴന്ന് വരുമ്പോൾ അത് കളറ് മാറുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തിട്ട് ഇറക്കി മാറ്റി വെക്കണം. എന്നിട്ട് ഒരു പാനിൽ അടുപ്പ് വെച്ച് 1 കപ്പ്, അതായത് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ അതിനിടയിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് പഴം മുറുക്കിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് മതി എന്നുള്ളവർ 2 എടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ഉള്ളവർ ഇടുക, ഇല്ലാത്തവർ പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ പാല് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ തിളപ്പിക്കുക. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുറുകി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കണം. അതിനിടയിൽ ഒരു 4 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏതാണ്ട് പത വന്ന് തുടങ്ങിയിട്ടുണ്ട്, കുറുകി വന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, അതേസമയം വളരെ ടേസ്റ്റിയാണ്. ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കോ ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. പാലും പഴവും മാത്രമാണ് ഉപയോഗിക്കുന്ന കോൺഫ്ലവറും. ഇതൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 3-4 മണിക്കൂർ തണുക്കാൻ വയ്ക്കുക. തണുക്കാതെയും കഴിക്കാം. ജ്യൂസായിട്ട് കഴിക്കണമെന്നുള്ളവർ കോൺഫ്ലവറിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. അതല്ല, പുഡിങ്ങായിട്ട് കഴിക്കണമെന്നുള്ളവർ കോൺഫ്ലവർ 2.5 സ്പൂൺ എടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് 3-4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെക്കുകയാണ്. പുഡിങ് തണുത്ത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്ത് ഉപയോഗിക്കാം. പുഡിങ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വഴറ്റി വെച്ചിരുന്ന പഴം അല്പം മാറ്റി വെച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏത്തയ്ക്ക തിരുവനന്തപുരം